ഹായ് ഫ്രണ്ട്സ്, ഹോം റെമഡീസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ തമ്പനിയിൽ ഇടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഒരു ചെലവ് പോലും 10 പൈസ പോലും ചെലവില്ലാതെ നമുക്ക് ഈസി ആയിട്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ചാർക്കോൾ പൗഡർ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് കാശ് മുടക്കി കുറെ കെമിക്കൽ ആയിട്ടുള്ള ചാർക്കോൾ പൗഡർ വാങ്ങുന്നതിനേക്കാളും നമുക്ക് നല്ലത് നമ്മുടെ വീട്ടിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഒരൊറ്റ മലയാളികളുടെ വീട് പോലും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചാർക്കോൾ പൗഡർ തയ്യാറാക്കാം. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ടീത്ത് വൈറ്റനിങ്ങിന്, പിന്നെ ഇതുകൊണ്ട് നമുക്ക് സ്ക്രബ് തയ്യാറാക്കാം, പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാം, ഫേസ് മാസ്ക് തയ്യാറാക്കാം. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ നമുക്ക് വഴിയേ ചെയ്യാം. മാത്രമല്ല, ഇപ്പൊ നമ്മള് ചാർക്കോൾ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് വീഡിയോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മതിയാവും. പിന്നെ നമുക്ക് റോസ് വാട്ടറും കൂടി വേണമെന്നുണ്ട്. അപ്പൊ റോസ് വാട്ടർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പൊ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതില്ലാത്ത ഒരു മലയാളിയുടെ വീട് പോലും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് കോക്കനട്ട് ഷെല്ലാണ്, അതായത് ചിരട്ട. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ നന്നായിട്ട് ഇതുപോലെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ചിരട്ടയുടെ പുറം ഭാഗത്തുള്ള ആ നാരുകളും അതിന് ആ പൊടി പടലങ്ങളും ഒക്കെ നല്ല രീതിയിൽ കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി മാറ്റുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വൃത്തിയാക്കി എടുക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 3 പീസാണ് എടുത്തിട്ടുള്ളത്, 3 ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇതെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് യാതൊരുവിധ മായവും ചേർക്കുന്നുമില്ല. ഒരുപാട് നാളെ നമുക്ക് യാതൊരുവിധ കേടും കൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കി നല്ല ക്ലീൻ ആയിട്ട് എടുക്കുക. മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ചെയ്യാൻ. കണ്ടില്ലേ? ഇപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് അടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മീതയോ വെച്ച് ഏതെങ്കിലും ഒരു ഷെല്ല്, അതായത് ഒരു ചിരട്ടയ്ക്ക് മാത്രം തീ പിടിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ പാത്രമോ അതല്ലെങ്കിൽ ഒരു മൺപാത്രമോ വേണം. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ആണ് വേണ്ടത്. സ്റ്റീൽ അല്ലെങ്കിൽ മൺപാത്രം എടുക്കുക. അപ്പോൾ മൺപാത്രം നല്ല വൃത്തിയുള്ളതായിരിക്കണം, ജലാംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഏത് പാത്രം എടുത്താലും അങ്ങനെ തന്നെയാണ്, നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് തീ പിടിച്ചതിന് ശേഷം ആ ചിരട്ട എടുത്ത് നമ്മൾ ആ മൺപാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതിലേക്ക് വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 ഷെല്ലും അതിന് മീലേക്ക് വെച്ച് ആ 3 ചിരട്ടയും നല്ലപോലെ ഒന്ന് തീ പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ തീ പിടിച്ചതിന് ശേഷം നന്നായിട്ട് തീ കത്തി എരിഞ്ഞ് കനലാവുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ പരുവം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലപോലെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. തീ കൊണ്ടുള്ള കളിയാണ്. അപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആരും ചെയ്യരുത്. അമ്മമാരോടെയൊക്കെ പറഞ്ഞ് അവരുടെ ഹെൽപ്പോടുകൂടി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ആ 3 ഷെല്ലും തീ പിടിപ്പിച്ച് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ 3 ചിരട്ടയിൽ നല്ല പോലെ തന്നെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തീ പിടിച്ച് ഈ തീ തനിയെ അണയുകയും ബാക്കിയുള്ളതെല്ലാം നല്ല കനലായിട്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് നോർമൽ വാട്ടർ, അതായത് സാധാരണ പച്ചവെള്ളം ഒഴിക്കാം. കണ്ടില്ലേ, ഇതാണ് പരുവം. അപ്പോൾ ഈ ഒരു പരുവം ആവുന്നവരെ വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് കണ്ടില്ലേ റോസ് വാട്ടർ ആ കനലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പം റോസ് വാട്ടറാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഈ റോസ് വാട്ടർ ഒഴിച്ച് ആ കനലെല്ലാം അണയ്ക്കുക. അപ്പോൾ തോനെ ഒരുപാട് ഒഴിച്ച് കളയരുത്. ഒരു പക്ഷേ നിങ്ങൾ ഒഴിച്ചത് കൂടിപ്പോയാൽ വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ടെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒടിഞ്ഞു വരും. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കിട്ട് നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും അരിപ്പുണ്ടല്ലോ, നല്ല ചെറിയ തരികളായിട്ടുള്ള അരിപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കണം. എന്നിട്ട് ഏതെങ്കിലും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരുപാട്
ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മളെ പല്ലുകൾക്ക് നിറം വെക്കാനും അതുപോലെ തന്നെ ഇതുകൊണ്ട് പീൽ ഓഫ് മാസ്ക്, സ്ക്രബ്, ഫേസ് മാസ്ക്, ഒത്തിരി ഉപയോഗങ്ങളുണ്ട് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി വയ്ക്കുക. ഇതുകൊണ്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ അരിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. കണ്ടില്ലേ, 100% നാച്ചുറലായിട്ടുള്ള ചാർക്കോൾ പൗഡറാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇല്ല, കെമിക്കൽസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. എന്തിനാണ് നമ്മൾ പുറമേ നിന്ന് കാശ് കൊടുത്ത് നമ്മുടെ കാശും കളയണം, നമ്മുടെ സ്കിന്നും ഡാമേജ് ആക്കി കളയണം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ. യാതൊരുവിധ ഒരുവിധ കഷ്ടപ്പാടും ഇല്ലല്ലോ. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാം. പിന്നെ ആരും റിസ്ക് എടുത്ത് തയ്യാറാക്കരുത്. മുതിർന്നവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, അപ്പോൾ 100% നാച്ചുറലായിട്ടുള്ള നമ്മുടെ ചാർക്കോൾ പൗഡർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ വരുന്ന വീഡിയോയൊക്കെ ആരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പം വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ചെയ്യുക. കാരണം തീ കൊണ്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മളെ കൈയൊന്നും കൊള്ളാതെ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചാർക്കോൾ പൗഡർ തയ്യാറാക്കിയത് കണ്ടില്ലേ, ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ യാതൊരുവിധ മായവും ചേർത്തിട്ടില്ല. മാത്രമല്ല നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി, അതായത് നമ്മുടെ കോക്കനട്ട് ഷെല്ലിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒരെണ്ണം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തും ഉണ്ടാക്കി വെക്കാം. ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു ചാർക്കോൾ പൗഡറാണ്. മാത്രമല്ല 100% നാച്ചുറൽ ആണ്. നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേർത്തിട്ടില്ല. അപ്പൊ ഇതുകൊണ്ടുള്ള ബാക്കിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഉള്ള വീഡിയോ ഞാൻ വഴിയെ ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.